നമസ്കാരം. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിക്കാണ്, എക്സലാണ്. അപ്പോൾ എടുക്കാതെക്കാൻ പറ്റൂല. പില്ലർ നമ്പർ 30 അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആകെ കിതച്ചിക്കണേ എന്ന് വെച്ചാൽ 4ാം നിലയിലാണ് എൻ്റെ റൂം. അപ്പോൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര കിതപ്പ്. ടെർമിനൽ 1ലാണ്. പിന്നെ ഈ വരുന്നതാണ് മെട്രോ ബസ് കേട്ടോ, ഈ കാണുന്നത്. പിന്നെ ടെർമിനൽ 1 ആണ് കേട്ടോ. ഇതാണ് പിക്കപ്പ് പോയിന്റ്, ടെർമിനൽ 1. ഇവിടെ ഉണ്ടാവും ആള്. ഈ കാണുന്ന ആളാണ് ആ കയ്യാട്ടണ. ഫോറിനൻസ് ആട്ടോ, ഫോറിനൻസ് ആണ്. നമ്മള് ഫോർട്ട് കൊച്ചിക്കാണ്. 43 കിലോമീറ്റർ ആണ്. പിന്നെ ജങ്കാർ വഴിയാണ് കാണിക്കുന്നത്. ജങ്കാർ വഴിയല്ല പോകുന്നത്, കോപ്പുപടി പാലം കയറിയാ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു 60 രൂപ ടോള് കൊടുക്കണം. ഈ കൊമേഴ്ഷ്യൽ വണ്ടികൾക്ക്, നമ്മളെ ടാക്സി വണ്ടികൾക്ക് എയർപോർട്ടിനുള്ളിൽ കയറിയാൽ 60 കൊടുക്കണം. പ്രൈവറ്റ് വണ്ടികൾക്ക് ഫ്രീ ആണ്. ഇനി നമ്മൾ നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിയും. കൊച്ചിക്ക് ലെഫ്റ്റ്, റൈറ്റ് നമ്മളെ പെരുമ്പാവൂർ MC റോഡ്, തിരുവനന്തപുരം അങ്ങനെ പോവാം. കോട്ടയം വഴി പോവാം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ്. അങ്ങനെ നമ്മൾ അത്താണി ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ പാലക്കാട് വഴി പോകാം. പെരിയാർ റിവറിൻ്റെ പാലാണിത്, ആർച്ച് പാലമാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷന്. ഇതാണ് ആലുവ മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് ആലുവ മെട്രോ സ്റ്റേഷന്. 22 കിലോമീറ്റർ പിന്നിട്ടു. ഇതാണ് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. റൈറ്റ് സൈഡിലാണ് നമ്മളെ ലുലു മാള്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം കന്യാകുമാരി റോട്ടാണ്. നമുക്ക് അങ്ങോട്ടാണ് തിരിയേണ്ടത്. റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോട്, ഗുരുവായൂർ അങ്ങനെ പോവും. നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കലൂര് ആ റൂട്ടും പോകാം. പിന്നെ ഈ വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് നല്ല റോഡ് ഉഷാറാണ്, നല്ല റോഡാണ്. അതുകൊണ്ട് നമുക്ക് വൺ സൈഡായിട്ട് സ്പീഡായിട്ട് പോകാം. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബൈക്കാരുണ്ടല്ലോ, ഇവരാണ് നമുക്ക് പേടിക്കേണ്ടത്. എന്താ വെച്ചാൽ ഇവരെ റൂട്ടല്ല, ഇവർക്കൊക്കെ ആരാ ലൈസൻസ് കൊടുക്കുന്നത് അറിയില്ല. ലൈസൻസ് കൊടുക്കുമ്പോൾ പഠിപ്പിക്കാത്ത പ്രശ്നമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ വൈറ്റില ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മെട്രോ പാലാണ് കേട്ടോ. ഇതിലൂടെയാണ് മെട്രോ പോവുക. ആ മുകളിൽ കണ്ടത്
നമ്മളിപ്പോൾ തേവര ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. തേവര ജംഗ്ഷനിലല്ല, കുണ്ടന്നൂരിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് തേവരയ്ക്ക് പോവുകയാണ്. But that's the thing, like that's why they were upset with us on the stop and service. We didn't include that. But in the message vibe they gave us is they didn't want to be included. Just like the vibe I'm getting here from. Yeah, so. Well, when they were saying it at hotel, that's a financial. No, not that. It's just the way he behaved over the last couple of days. This is like he's gotten better with the sourpussness that first day. Yeah, I know. Like he was rude. Yeah, I mean, I know them long enough to know that like Kevin made it. It's like he needs to be honest. Like I mean, I think that he felt that way too. Like with things, but I'm sure Kevin had some choice words. It's kind of right. I mean, Kevin's been able to do Yeah, this, which I am shocked. I thought he would want that we would have issues with dressing and. I'm telling you, and Amy was great. I thought your mom was going to adopt Danny at the end. I was like, oh my gosh. She like really took the time to like absorb culture at every angle and really try to be respectful, but like do what she wanted to do. Like, it's good. I think it's really good. Everything. But I think I think he'll upset them at some point. I mean, let's take it as it comes, right? Like the good news is that pretty much longs the rest of the year. I prefer outside of Greece and Fire April, Fire holidays, and Provincetown September. That's a lot of money to travel. Right? Yeah, those are our dates. So like, yeah, we'll go to a wedding. You were there to go visit your sister, which has that baby. Like, it's totally major trips. So just been to 26. That was it. 2026 is like the next big trip to do. I guess this was the first time we felt this way that way. Well, I felt this way in Barcelona, but here's what's Okay, there you go, Barcelona. I don't want to like them on another trip. Here's the other thing to say. They can come on another trip with me, but I don't want this to happen. I don't want that to happen. That would be tough. So no, anything that he had planned in Barcelona was sorry, in France. I agree with you. Oh, no, I disagree. France was great. ഈ കാണുന്നതാണ് തേവര ജംഗ്ഷന്. Which were you talking about? സിഗ്നൽ ജംഗ്ഷൻ. നമുക്ക് സിഗ്നൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുമോ അറിയില്ല. ഇവിടെ ഒന്നെടുത്ത് പതുക്കെ ഒന്ന് പോയി നോക്കാം. പതുക്കല്ല, സ്പീഡ് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പാലം കയറി ഇങ്ങനെ പോവാണ് കേട്ടോ നമ്മള്. Yeah, Ian's left a sour taste in my mouth on any trip I've gone with him recently. And I think maybe I would just sit him down and be like, hey, I think we can be friends. We're just going to travel buds. Like, I'm going to just be straight up. But also, why do you need to announce that to somebody? Because I think honesty is better than... But it's not that you're lying to them. You're just going to say no. If he asks why, say yes. But like, until the next time it comes out, just say no. Like, you know, and let's see how the friendship plays out. Right? It's okay. The trip goes to me. I planned the trip. You must bring home some stuff. This might have been the place that he was showing me. ആദ്യം നമ്മൾക്ക് തോപ്പുംപടി ടൗണ് കഴിയണം. ഇപ്പോൾ തോപ്പുംപടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Do I get to wear shorts here? ഇപ്പോൾ നമ്മൾ തോപ്പുംപടി ടൗണിലാണ്. തോപ്പുംപടി ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഇങ്ങനെ പോകാം. ഈ മുന്നിലെ വണ്ടി നമ്മളെ കമ്പനീൻ്റെ വണ്ടിയാണ് കേട്ടോ. ഈ മുന്നിൽ ബസ്സുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പോകാൻ കഴിയൂല. എന്താ വെച്ചാൽ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. കണ്ടില്ലേ, ബസ് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ബസ് വന്നപ്പോൾ ബ്ലോക്കായത്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. His haircut, it makes him look retarded. See that there's I know it's It like really makes him look so bad. It's not appropriate for him. I think this is sort of full pitching. just the guys who go to Seattle and I was on shit and all my coworkers are അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഹോട്ടലാണ് അവരത്. ഇവിടെ വല്ലാണ്ട് സൈഡാക്കാം. അങ്ങനെ അവരെ ഇറക്കി നമ്മളിങ്ങിപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം കണ്ടെത്തണം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യണം. അടുത്ത ട്രിപ്പ് അടിക്കും വരെ പാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ വല്ല അർജൻറ്റൊന്നുമില്ല. രാത്രി 12 മണിക്കാണ് ട്രിപ്പില്ലത്. അതുകൊണ്ട് ടൈം പാസ് എവിടെയെങ്കിലുമൊക്കെ സൈഡാക്കി നിർത്താമെന്ന് ആലോചിക്കുകയാണ്.
ഇന്ന് ഭയങ്കര തിരക്കുണ്ട് ഫോർട്ട് കൊച്ചിയിൽ, കുറേ ടാക്സി വണ്ടികൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്പ് കണ്ടു, ഈ ക്യാപ്പ് കണ്ട് കയറ്റാണ്. ഈ ക്യാപ്പിലാണ് ഇന്ന് വിശ്രമിക്കാം.